നമസ്കാരം. ഹിരണൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഈവനിങ് വ്ളോഗ് ചെയ്യാം എന്നുള്ളത്, എങ്ങനെയാണ് ഞങ്ങളുടെ ഈവനിങ് എന്നുള്ളത്. പക്ഷേ ഇന്ന് ഒബ്വിയസ്ലി എന്തെങ്കിലും നടക്കുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല എന്താ പറയുക, ഹരിക്കെയിൻ പോലെ, പ്രത്യേകിച്ച് അവിടെ ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ സാധാരണ 5:45 6 മണിക്ക് ഇടയിൽ ഞാൻ ഇറങ്ങുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹരിക്കെയിൻ കാരണം ഇറങ്ങാൻ നേരം വൈകി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റ്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മണിക്ക് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വരണ വഴിക്ക് ശരിക്ക് അവിടുന്ന് ട്രാഫിക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫീസിൽ നിന്ന് ശരിക്കും പറയാച്ചൊരു 15 to 20 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടുന്ന് 6 മണിക്ക് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിയത് 6:45. അപ്പോൾ ട്രാഫിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും എനിക്ക് എന്താ ഹരിക്കെയിൻ മാറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ വന്ന് കയറി. എൻ്റെ ഭർത്താവ് ആസ് യൂഷ്വൽ കട്ടൻ കാപ്പി കാണുന്നുണ്ട്. അയ്യോ എൻ്റെ അമ്മേൻ്റെ കൃഷ്ണഗുരുവായൂരപ്പ കാണുന്നുണ്ടോ കട്ടൻ കാപ്പി. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇത് കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയാണ് സാധാരണ കുടിക്കാറ്, അതുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം, ഓക്കെ. അപ്പോൾ സാധാരണ വന്നു കഴിഞ്ഞാൽ എന്താണ് പരിപാടി, കുട്ടികളുടെ ഒപ്പം കുറച്ച് നേരം വർത്താനം പറയും. അത് കഴിഞ്ഞാൽ അലിയൻസ് കാണുക. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നിലിരുന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാം. അതേ പറയുന്നത് അതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ അതെ, അങ്ങനെ എന്തായാലും നോക്കട്ടെ എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത്. ബട്ട് കുറച്ച് ഞാൻ അലിയൻസ് കണ്ട് കാപ്പി കുടിച്ച് അലിയൻസ് കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അവിടെ ഫ്രൈഡ് റൈസ്, ഞാൻ ദോശ ഉണ്ടാക്കാം. എൻ്റെ ഭക്ഷണം കഴിഞ്ഞു. ഞാൻ ഗോതമ്പ് ദോശ കഴിച്ച, മോള് ദോശ കഴിച്ചു, ഹസ്ബൻഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു, മോൻ കഴിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പേ അവളെ ഉറക്കാൻ പോവാണ്. അവൾക്ക് ഉറക്കാൻ വരും. അമ്മ വരുന്നുണ്ട്. Who is sleeping? Did you play today? Yeah? You had fun time? Really fun. Oh yeah? What did you do? Color. Play. പിന്നെ പുറത്ത് പോയി കളിച്ചോ? Yeah. പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിച്ചോ? Yeah. ആഹാ. ചൂടുണ്ടായിരുന്നില്ലേ? ചൂടുണ്ടായിരുന്നില്ലേ? I don't know. You don't know. Was it hot? Kind of. Okay. ഉറങ്ങാം നമുക്ക്. Good night. Good night. Good night. Stay tuned. Sweet dreams. Okay. ഓക്കെ, എല്ലാവരും കിടന്നു. സമയം ഇപ്പോൾ 9:52, 9:53. നേരത്തെ പറഞ്ഞു കേട്ടോന്നറിയില്ല, എൻ്റെ കൈ ഇതാക്കിക്കൊണ്ടിരിക്കുക, അടങ്ങിയിരിക്കുകയായിരുന്നു ഈ മൈക്രോഫോണിൻ്റെ അവിടെ. അപ്പോൾ നേരത്തെ പറഞ്ഞത് കേട്ടോന്നറിയില്ല. ഞാനിപ്പോൾ
അടുക്കള മുഴുവൻ ക്ലീൻ ചെയ്തു. ഇത് എനിക്ക് മോൾക്കും കൊണ്ടുപോകാനുള്ള ബോട്ടിലാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതും എന്താ പറയുക പീനട്ട്സും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിരിക്കുക, കാരണം നാളെ രാവിലെ എടുത്തത് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ ഞാൻ എല്ലാവരും കിടന്നു. അപ്പം ഇനി ഞാനും ഒന്ന് കുളിച്ച് അത് പറഞ്ഞ പോലെ കുറച്ച് പണിയുണ്ട്. അതായത് ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ ഈ സൺസ്ക്രീൻ തേക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലതായിട്ട് ഞാൻ ഒരു മാസ്ക് ഇടാറുണ്ട്. അപ്പോൾ ഈ മാസ്ക് അത് ഇടണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 10 മണിയാവാറായി. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ഇട്ടിട്ട് കുളിച്ച് കിടക്കുകയാണെങ്കിൽ, മിക്കപ്പോഴും കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നേരത്തെ കിടക്കും കേട്ടോ, ചിലപ്പോൾ ഹസ്ബൻഡ് എല്ലാം ചെയ്തിട്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ നേരത്തെ പോയി കിടക്കും. ഡിപ്പെൻസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ക്ലീനായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ ഒരു സമാധാനമല്ല. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ മോൻ വീട്ടിലുണ്ട്. അപ്പോൾ ഇനി ഹസ്ബൻഡ് കൊണ്ടുപോകുമെന്നറിയില്ല. ഞങ്ങൾ പൊതുവെ പ്രത്യേകിച്ച് ഞാൻ തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഗ്ലൂട്ടൻ അരി ഭക്ഷണം മാക്സിമം ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് കൊണ്ടുപോകലില്ല. അപ്പോൾ അത് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞ പോലെ അത് ഒരുവിധം പറ്റുന്നതും എല്ലാ ദിവസവും നടക്കാൻ നോക്കുന്നുണ്ട് ട്രെഡ്മില്ലിൽ. എത്രത്തോളം നടക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ സമയം കിട്ടുന്നതനുസരിച്ചിട്ട്. അപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി തോന്നുന്നുണ്ട്. മറ്റേതിങ്ങനെ ചീർത്തിട്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു ഈ വാട്ടർ അക്യുമുലേഷൻ്റെ അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറയ്ക്കുക, അങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, മാക്സിമം എൻ്റെ എയിം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണാകുമ്പോഴേക്കും കുറച്ചെങ്കിലും തടി കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ്. നടക്കുമെന്ന് അറിയില്ല, എന്തായാലും നടന്നു ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഞാനൊന്നും വാഗ്ദാനങ്ങൾ എനിക്കും തരുന്നില്ല. എനിക്കും തന്നെത്താനില്ല, വേറെ ആർക്കും കൊടുക്കാനില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു സാധാരണ ദിവസം. ഈവനിങ് ചില ദിവസം ഈ പറഞ്ഞ പോലെ ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ തിരക്കാവും. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. ഇന്നിപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാക്കിയതുകൊണ്ട് ആ പണി എനിക്ക് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പറഞ്ഞ പോലെ ഞാൻ നേരം വൈകി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കറി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കും കുറച്ച് സമാധാനം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ